നമസ്കാരം. നമ്മുടെ സംവാദത്തിന് പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചിട്ട് കണ്ടം വഴിയോടിയ വിജയൻ ഫേസ്ബുക്കിൽ അഡ്മിനെ കൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കിണർകോല് വന്നിട്ട് UDFൻ്റെ കാലമെന്നൊക്കെ പറഞ്ഞിട്ട്, ഇരുണ്ട കാലമെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാ മലയാളികളും കഴിഞ്ഞ കാലം മറന്നുപോയവരാ എന്നാണ് ഈ PR ടീം വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഈ ഊളത്തരത്തിന് മറുപടി പറയുമെന്ന് തോന്നുന്നില്ല. പുള്ളി ധൈര്യമായിട്ട് സ്ഥലവും സമയവും പറയും, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് വിജയൻ ആ ഏരിയയിൽ അടുത്തിട്ടില്ല. കാരണം ഇത് നേർക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞാൽ ഇത് തേഞ്ഞൊട്ടും. ഫേസ്ബുക്കിലാകുമ്പോഴത്തേക്ക് അന്തം കമ്മികളെങ്കിലും വിശ്വസിക്കുമെന്ന് കരുതിയിട്ടായിരിക്കും ഇട്ടിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. മുടങ്ങിയ ക്ഷേമം, 18 മാസം വരെ പെൻഷൻ മുടങ്ങിയെന്ന കള്ളം, ആ പിതൃശൂന്യ കള്ളം വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. നിയമസഭാ രേഖകളടക്കം ഇവിടെ അത്തരത്തിലൊരു സംഭവമില്ലെന്ന് വ്യക്തമാക്കിയാലും മുഖ്യമന്ത്രി വന്ന് വീണ്ടും കള്ളം പറയുകയാണ്. ഓക്കെ, ഇവരോട് തിരിച്ചു ചോദിക്കാനുള്ളത്, ഈ 18 മാസം ഇവിടെ ആമസോൺ കാർഡ് കത്തിയാൽ പോലും നാട്ടിലിറങ്ങി സമരം ചെയ്യുന്നവരാണ് സഖാക്കൾ. മറ്റേ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് നപ്പീടൽ സമരം വരെ അന്നത്തെ കാലത്ത് നടത്തിയിട്ടുള്ളവർ 18 മാസം സമരം ചെയ്തിട്ട് എന്ത് സമരമാണ് കേരളത്തിൽ നടത്തിയത്? ഒരു സമരം ഇവർക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അതിനെപ്പറ്റി ബാക്കി സംസാരിക്കാൻ പറ്റും. കട്ടപ്പുറത്ത് KSRTC പെൻഷൻ കാരണം പെൻഷൻ കിട്ടാതെ ജീവനാക്കി, കള്ളം. KSRTCയുടെ UDF ഭരിക്കുന്ന കാലത്ത് KSRTCയിൽ പെൻഷൻ പോലും മുടങ്ങിയിട്ടില്ല. വൈകിയ ചരിത്രമുണ്ട് വസ്തുതാപരമായിട്ട്, പക്ഷേ പെൻഷൻ പോലും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. വിജയൻ ഭരിക്കാൻ കയറിയതിന് ശേഷം ശമ്പളം പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായി. KSRTC ജീവനക്കാരെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ആനക്കള്ളം. പോകാൻ സ്കൂളില്ലെന്ന് 40% സ്കൂൾ അടച്ചുപൂട്ടൽ. 40% സ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണി എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മയിൽ 40% ഭീഷണി എന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, പൂട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ കള്ളമാകുമല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ സ്കൂളുകൾ പൂട്ടിയിട്ടില്ല. മാത്രമല്ല, കേരളത്തിലെ സ്കൂളുകൾ മുഴുവൻ ഹൈടെക് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളിലും പച്ച ബോർഡും പ്രൊജക്ടറും പിടിപ്പിക്കുന്ന ഓരോ ക്ലാസ് റൂം വെച്ച് ഹൈടെക് ആക്കി. അന്ന് പച്ച ബോർഡ് വെക്കുന്ന സമയത്ത് ഇത് ലീഗിനെ, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനാണെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയവരാണ് ഈ CPM-കാർ. നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂളടക്കം വൻകിട കെട്ടിടങ്ങളടക്കം വന്നു തുടങ്ങിയത് UDFൻ്റെ കാലത്താണ്, അല്ലാതെ അത് വിജയൻ വന്നിട്ടുണ്ടായ സാധനമല്ല. കേരളം ഇരുട്ടിലായെന്ന് അരമണിക്കൂറിലോ. VS അച്യുതാനന്ദൻ്റെ കാലത്ത് ഉണ്ടായ വൈദ്യുതി മേഖലയിലെ പ്രശ്നങ്ങൾ UDF വന്നതിന് ശേഷമാണ് പരിഹരിക്കുന്നത്. ഉമ്മൻചാണ്ടി 25 കൊല്ലത്തേക്ക് 4 രൂപയ്ക്കോ 4.5 രൂപയ്ക്കോ കിട്ടുന്ന രീതിയിൽ കരാറുണ്ടാക്കി വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടത്. പിന്നെ കൂടംകുളം, CPM സമരം ചെയ്ത കൂടംകുളം പോലെ ആണവ വൈദ്യുതികളിൽ നിന്ന് നമുക്ക് വൈദ്യുതി ലഭിക്കാൻ കിട്ടാത്ത പാഠപുസ്തകം ഓണപ്പരീക്ഷ വെറുതെ. ആകെ 5 കൊല്ലത്തിനുള്ളിൽ ഒരു തവണ കുറച്ച് സ്കൂളുകളിൽ ഓണപ്പരീക്ഷയ്ക്ക് പുസ്തകത്തിൽ എന്തുകൊണ്ട് എത്തിയില്ല? CITUവിൻ്റെ സമരം പ്രസ്സുകളിൽ നടന്നതിൻ്റെ ഭാഗമായിട്ട് അച്ചടി വൈകുകയും അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേർക്ക് ഒരു തവണ പുസ്തകം കിട്ടാത്ത അവസ്ഥയുണ്ടായി. അതും ഈ സഖാക്കൾ ഉണ്ടാക്കി വെച്ചത്. അതിൻ്റെ പേരിലാണ് ഈ തള്ള്. ആളുകൾ മറന്നു പോകുന്നതാണ് ഇവന്മാർ ഓർക്കുന്നത്. വർഗീയതയോട് സന്ധി, കേസുകൾ പിൻവലിച്ചു എന്ന്. എവിടെയാണ്? ഇവിടെ മോഹൻ ഭാഗവത് വന്ന് 2 തവണ ഫ്ലാഗ് കോഡ് ലംഘിച്ചിട്ട് കേസെടുക്കാത്ത വിജയനാണ് ഇത് പറയുന്നത്. ശശികലയടക്കം വെള്ളാപ്പള്ളി അടക്കം നിരന്തരം ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയത പറയുമ്പോൾ മിണ്ടായിരിക്കുന്നത്. വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുത്ത ചരിത്രമുണ്ട് ഉമ്മൻചാണ്ടിക്ക് വർഗീയത പറഞ്ഞതിന്. ഓക്കെ, അപ്പോൾ വർഗീയതയുടെ കാര്യമൊന്നും കൂടുതൽ പറയല്ലേ വിജയ. ഒന്നും നടക്കുന്നില്ല. നാഷണൽ ഹൈവേ നടന്നില്ല, വിഴിഞ്ഞം തുടങ്ങിയില്ല. എൻ്റെ പൊന്നെ, ഈ വിഴിഞ്ഞം പദ്ധതിയൊക്കെ കൊണ്ടുവന്ന കോൺഗ്രസ്സാണ്. കൊച്ചിൻ മെട്രോ കൊണ്ടുവന്ന കോൺഗ്രസ്സാണ്. കണ്ണൂർ എയർപോർട്ട് കൊണ്ടുവന്ന, ഇങ്ങനെയുള്ള വൻകിട പദ്ധതികളെല്ലാം കൊണ്ടുവന്ന അവരുടെ കാലത്ത്. ഗെയിൽ പദ്ധതി, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഗെയിൽ പദ്ധതി ഭൂമിക്കടിയിലെ വാതക ബോംബ് എന്ന് പറഞ്ഞ ആളുകളെ പ്രശ്നമുണ്ടാക്കി തടയാൻ നോക്കിയത് CPM ആണ്. കൊണ്ടുവന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരാണ്. നാഷണൽ ഹൈവേ VS അച്യുതാനന്ദൻ്റെ കാലത്ത് പൂട്ടിപ്പോയ നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുടെ ഓഫീസ് തിരിച്ചു കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയാണ്. റോഡിലെല്ലാം കുഴിയുന്നു. VS അച്യുതാനന്ദൻ്റെ കാലത്ത് കുഴിയായിട്ട് കടന്ന റോഡുകൾ ഓർമ്മയുണ്ടല്ലോ. തോമസ് ഐസക് ഇറങ്ങി കുഴി എണ്ണി നടന്നത് മലയാളികൾ മറന്നു കാണില്ലല്ലോ. അവിടെ നിന്ന് 1000-ഓളം റോഡുകളാണ് ഉമ്മൻചാണ്ടി പുനർനിർമ്മിച്ചത്. 227 പാലങ്ങളുണ്ടാക്കി. ഓണത്തിന് ക്ഷേമമില്ല, നേരത്തെ ഞാൻ പറഞ്ഞു. വില വർധനവ്, ഇന്നത്തെ പോലത്തെ വില. മരുന്നില്ലാത്ത ആശുപത്രി, ഇവിടെ മരുന്നില്ല. ഇവിടെ ശസ്ത്രക്രിയ പോലും മുടങ്ങുകയാണ്. ഇതാണ് ഇരുണ്ട കാലം. വാക്സിൻ, കുട്ടികൾക്കുള്ള വാക്സിനുകൾ പോലും കിട്ടുന്നില്ല. ആൻറ്റി റാബീസ് വാക്സിൻ ഉണ്ടല്ലോ, പേപ്പട്ടി ഇത്, അതുപോലും ഗുണനിലവാരം ഇല്ലാതെ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം വാക്സിൻ എടുത്ത് കൊല്ലപ്പെട്ടു. അഴിമതിയിൽ മുങ്ങിയെങ്കിൽ 10 കൊല്ലമായില്ലേ ഭരിക്കുന്നില്ല. ഏതെങ്കിലും ഒരു അഴിമതി നിങ്ങൾ തെളിയിച്ചോ? ഈ വാചക കസരത്തല്ലാതെ. റേഷൻ പുഴുവരിച്ച് 5 കൊല്ലം കേരളത്തിൽ ഉമ്മൻചാണ്ടി 5 കൊല്ലം റേഷൻ അരി പുഴുവരിച്ചാണ് കൊടുത്തത്. അത് ഇവിടുത്തെ ജനങ്ങളാണ് ഈ കള്ളത്തിന് മറുപടി പറയേണ്ടത്. പോലീസ് ജനശത്രുവായെന്ന് അത് ഏത് കാലത്താണെന്ന് 10 കൊല്ലം കൊണ്ട് തെളിഞ്ഞല്ലോ. മലയോരം അനിവ് അല്ലെങ്കിൽ എൻ്റെ പൊന്നെ, ഇത് ഈ കഥ എഴുതി വെക്കുന്ന ആരാടെയും? കണ്ണീർ സീരിയലിന് തിരക്കഥ എഴുതുന്നവന്മാരാണോ വിജയന് വന്ന് PR വർക്ക് നടത്തുന്നത്? ചുമ്മാ മറ്റേ ഗ്യാസ് കയറ്റി, നമ്മൾ പരീക്ഷയ്ക്ക് essay എഴുതാൻ നേരത്ത് പോയിൻ്റ് ഇല്ലാതെ വരുമ്പോൾ ഗ്യാസ് കയറ്റുന്ന പോലെയുണ്ട്. ബാക്കിയൊക്കെ പ്രവാസി വഞ്ചനയൊക്കെ പ്രവാസികൾ പറഞ്ഞോളും. എൻ്റെ പിന്നെ പട്ടയ വിതരണം നടന്നില്ലെന്ന്. 3 ലക്ഷത്തിലധികം പട്ടയങ്ങൾ വിതരണം. ചിറകറ്റ ജോലി സ്വപ്നം. 5 കൊല്ലം കൊണ്ട് 1.5 ലക്ഷത്തിലധികം PSC നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്.
തൊഴിലുറപ്പ് കാരുണ്യ പദ്ധതിയൊക്കെ കുടിശ്ശിക ഇതൊക്കെ കൊണ്ടുവന്നതും അവന്മാരാണ്, നടപ്പിലാക്കിയത് അവരാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതിന് വേണ്ട. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടുന്നു. VS അച്യുതാനന്ദൻ്റെ കാലത്ത് നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കുറേയധികം ലാഭത്തിലായത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നഷ്ടത്തിലുണ്ടായിരുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം പിണറായി വിജയൻ്റെ കാലത്ത് കൂടുകയാണ് ഉണ്ടായത്. പിന്നീട് എന്നാണ് തൊഴിലാളി പട്ടിണി, മറ്റത് മറിച്ചത്, വീണ്ടും ഗ്യാസ് കയറ്റിയിട്ടുണ്ട്, വ്യവസായം വെന്റിലേറ്ററിൽ നിന്ന്, ഉദ്ഘാടന തട്ടിപ്പെന്ന്, പണിതീരാത്ത പദ്ധതികൾ. ആ പണിതീരാത്ത പദ്ധതികൾ ഇപ്പോഴും പറയും. കണ്ണൂർ എയർപോർട്ടിൻ്റെ അതിനകത്ത് പരീക്ഷണ പറക്കൽ നടക്കുമ്പോൾ പരീക്ഷണ പറക്കൽ ഉദ്ഘാടനം എന്ന് പറഞ്ഞു. അതിനെ ഇപ്പോഴും പണിതീരാത്ത എയർപോർട്ട് ഉദ്ഘാടനം ചെയ്യുന്ന വ്യാഖ്യാനം. എന്ത് തന്നെയാലും കണ്ണൂർ എയർപോർട്ട് കൊണ്ടുവന്നവരാണല്ലോ. കൊച്ചിൻ മെട്രോ പരീക്ഷണ ഓട്ടം ഫ്ലാഗ് ഓഫ് ചെയ്തതിനെ കൊച്ചിൻ മെട്രോ ഉദ്ഘാടനം എന്ന് പറയുന്നവരാണ് CPM. എന്ത് തന്നെയാണെങ്കിലും കൊച്ചിൻ മെട്രോ അവർ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഒരു പാലം പകുതി ഒരറ്റത്ത് നിന്ന് കായലിൻ്റെ നടുക്ക് നിൽക്കുന്ന പാലം ഉദ്ഘാടനം ചെയ്ത വിജയനാണ് ഈ തള്ളുന്നത്. സെറ്റിട്ടിട്ട് ഒരു വീട് ഭാഗികമായി പൂർത്തിയാക്കിയിട്ട് സെറ്റിട്ട് വയനാട് പുനരധിവാസം ഉദ്ഘാടനം ചെയ്തിട്ട് വയനാട്ട് ടൗൺഷിപ്പ് നിർമ്മിച്ചു എന്ന് നാട് നീളെ ഫ്ലെക്സ് വെച്ച, ഇനി പറയാൻ വാക്കുകളില്ല. ആ വിജയനാണ് പണിതീരാത്ത പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇതിനൊക്കെ മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിൽ പറഞ്ഞതുപോലെ കഷ്ടം തന്നെ വിജയൻ്റെ PR ഏജൻസി, ദുരന്തം തന്നെ. നല്ല ഇതും കൊണ്ട് നിങ്ങൾ സംവാദത്തിന് പോകാൻ നന്നായി. നിങ്ങൾ തേഞ്ഞൊട്ടുന്നത് കേരളത്തിന് നാണക്കേടാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ.